ഇനി ഒരു കാര്യം കൂടെ അതിനകത്ത് അറിയേണ്ടതുണ്ട്. ഞാൻ ദൈവത്തോടൊരു ചോദ്യം ചോദിച്ചു. എന്തിനാണ് കർത്താവെ പിന്നെ അവിടുന്ന് പിതാവായും അവിടുന്ന് പുത്രനായും അവിടുന്ന് പരിശുദ്ധാത്മാവായും പ്രവർത്തിക്കുന്നത്? വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് നവയെരുശലേമിൽ, സഭയുടെ കൊട്ടാരമായ നവയെരുശലേമിൽ, അവിടെ ദൈവത്തിനും കുഞ്ഞാടിനും കൂടെ ഒറ്റ സിംഹാസനമേ ഉള്ളൂ. വായിക്കണ്ട, 2 സിംഹാസനമില്ല. അതിൽ തന്നെ വ്യക്തമാ. പുസ്തകങ്ങളിലൊക്കെ നോക്കി ഒന്നും കണ്ടില്ല. നല്ല ഒരു പുസ്തക ശേഖരം എൻ്റെ കയ്യിലുണ്ട്, ഒന്നും ഞാൻ കണ്ടില്ല. കാര്യങ്ങൾ സംസാരിച്ചു, അത് നിങ്ങളോട് പറയുക. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യനായി ദൈവം ഭൂമിയിൽ വന്നത്, സ്തോത്രം, ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ആദാമിനെ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ആദാം ഒരു പരാജയമായി പോയി. അപ്പോൾ ദൈവം വലിയ കാര്യത്തിൽ സൃഷ്ടിച്ച അവനെ നേരത്തെ വെട്ടി താഴെയിട്ടതാ സാത്താനെ. അത് ഞാൻ നേരത്തെ വെട്ടുകൊണ്ട് താഴെയിട്ടവൻ പിന്നെ ദൈവത്തിൻ്റെ കൂടെ നടക്കുവാണ്. എന്താ ഈ ദൈവം ചെയ്യാൻ പോകുന്നേ? പുറകിലിങ്ങനെ നോക്കുക. അപ്പോൾ താണ്ട മണ്ണുകൊണ്ട് ഒരു രൂപം ഉണ്ടാക്കുന്നു. സ്തോത്രം. ഇസഹാക്ക് ജനിച്ചപ്പം ഇസ്മായേൽ അവനെ പരിഹാസി എന്ന് കണ്ടു, അവനെ പുറത്താക്കി കളഞ്ഞു. കാരണം ഈ ഇസഹാക്ക് ആഘോഷിക്കുമ്പം ഇസഹാക്കിൻ്റെ രൂപത്തിലൊരു തടി കൊണ്ടൊരു പ്രതിമയൊക്കെ ഉണ്ടാക്കി അത് തലയെ വെച്ച് തുള്ളിക്കൊണ്ട് നടക്കുമായിരുന്നത്രേ ഇസ്മായേൽ. എന്നിട്ട് അതുകൊണ്ട് മണ്ണിൽ കുഴിച്ചിടുമായിരുന്നത്രേ. ജീവനുള്ള സാറ പറഞ്ഞു അവനെ പുറത്താക്കണം, അവൻ പരിഹാസിയ. ദൈവിക തിരഞ്ഞെടുപ്പുകളെ മാനിക്കുന്നില്ല, ദൈവിക നിയോഗങ്ങളെ മാനിക്കുന്നില്ല, ദൈവിക പദവികളെ മാനിക്കുന്നില്ല, ദൈവമാക്കി വെച്ച അഭിഷേക സ്ഥാനങ്ങളെ അവൻ മാനിക്കുന്നില്ല. അവനെ പുറത്താക്കി കളയണം. ഇതാണ് പിശാചിൻ്റെ സ്വഭാവം. കാരണം അവൻ വെട്ടേറ്റ് വീണു. അവനുള്ള സ്ഥാനം, കാരണം അഗ്നിമയ രത്നങ്ങളുടെ മധ്യെ സഞ്ചരിച്ച് വന്നവൻ, അവൻ്റെ സ്ഥാനം വേറെ ആരും എടുക്കരുത്. അതിനേക്കാളും വലിയ സ്ഥാനമായി മനുഷ്യന് കൊടുക്കാൻ ദൈവം വെച്ചേക്കുന്നേ. അവനെ അടിപ്പ് പണികളാൽ മാത്രമാണ് സൃഷ്ടിച്ച് മനോഹര രൂപിയാക്കിയെങ്കിൽ, മനുഷ്യനെ വെറും മണ്ണുകൊണ്ടുണ്ടാക്കിയെടുത്തെങ്കിൽ ആ മണ്ണിനകത്തേക്ക് ദൈവം ഇറക്കി വെച്ചത് ദൈവത്തിൻ്റെ തന്നെ ജീവന്റെ ഒരംശമാണ്. അതുകൊണ്ട് ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നത് എത്ര വില നമുക്കുള്ളോണ്ടാ. അല്ല, ചിലർ പറയുന്ന പോലെ എൻ്റെ പുരക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവനാണെന്ന് ഞാൻ പറയല. പറഞ്ഞ മനസ്സിലായി? നിങ്ങളെങ്ങനാണേ പാടിക്കോ, എനിക്കൊന്നുമില്ല. ചില പാട്ട് ഞാൻ പാടുകയല്ല, കാരണം അതിൻ്റെ തിയോളജി ശരിയല്ല. പാട്ട് കുഴപ്പമില്ല, കൊള്ളാം, രാഗമുണ്ട്, താളമുണ്ട്, ഭാവമുണ്ട്, കേൾക്കാൻ രസമുണ്ട്. പക്ഷെ അതിനകത്ത് തിയോളജി ശരിയല്ല. തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനം ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട് വന്നവരാ. അവരോട് ദൈവത്തിന് പ്രത്യേക കൺസേൺ ഉണ്ട്. അവർ ദൈവത്തിന് വളരെ വിലയേറിയവരാ. അവർ ദൈവത്തിന് വളരെ വിലയേറിയവരാണ് എന്ന് പ്രദർശിപ്പിക്കാൻ വേണ്ടിയാണ് അവർക്ക് വേണ്ടി താൻ മനുഷ്യനായി കാൽവരിയുടെ ഗിരിതടങ്ങളിൽ തകർക്കപ്പെട്ടത്. അതുകൊണ്ട് അവൻ നമ്മുടെ പെരക്കകത്ത് വരുന്നേ, അവൻ്റെ മക്കളായിട്ടാ, അല്ല നമ്മൾ പോരാത്തവരായിട്ട് അല്ല. യജമാനന്റെ മേശയ്ക്ക് കീഴിൽ നിന്ന് വന്ന അപ്പനുറുക്കുകൾ തിന്നുന്ന ഫൊയ്നീഷ്യൻ സംസ്കാരത്തിന്റെ ഭാഗമല്ല നമ്മൾ. പിതാവിൽ നിന്ന് പുറപ്പെട്ടു വന്നവരാ. യജമാനന്റെ മേശയിൽ അവനോടൊപ്പം ഇരിക്കുവാൻ വിളിച്ച് ചേർക്കപ്പെട്ടവരാ, തിരഞ്ഞെടുക്കപ്പെട്ടവരാ. അപ്പൊ ഇങ്ങനെ ചില തിയോളജി കിടക്കുന്നതുകൊണ്ട് പാട്ട് ഇഷ്ടമാണേലും ഞാൻ പാടുകയില്ല. പണ്ടത്തെ പാട്ടെഴുത്തുകാരുടെ പാട്ട് ആ പാട്ടിനകത്ത് തിയോളജി ഉണ്ട്, ആ പാട്ടിനകത്ത് കവിതയുണ്ട്, നല്ല വാക്കുകളുണ്ട്, നല്ല ട്യൂണുണ്ട്. ഇന്ന് ട്യൂണും വാക്കുകളും ഒക്കെ ഉണ്ട്, പക്ഷെ നല്ല കവിത കിട്ടാനില്ല ആ പാട്ടിനകത്ത്. എങ്ങനെയും ഒന്ന് പാടി ആൾക്കാർ ഞാൻ സങ്കടപ്പെട്ടു അവൻ തിരിച്ചറിഞ്ഞല്ലോ, എൻ്റെ കണ്ണുനീർ കോരിയെടുത്തല്ലോ, അത് ഹിറ്റാവും. സ്തോത്രം, അത് ഹിറ്റാവും. 2 ദിവസം കൊണ്ട് 30,000 പേര് കാണും. നിങ്ങൾ നല്ല കവിതയുള്ള ഒരു വേറിട്ട ട്യൂണിൽ ഒരു പാട്ട് സെറ്റ് ചെയ്ത് യൂട്യൂബിലിട്ട് നോക്കിയോ, അതിനാരും സബ്സ്ക്രൈബും ചെയ്യുകയില്ല, അതിനാരും ഫോളോവേഴ്സും ഉണ്ടാകുകയില്ല. എത്രമാത്രം അരസികാവസ്ഥയിലേക്ക് ഈ ജനത്തെ ഈ കലാകാരന്മാരൊക്കെ കൂടെ കൊണ്ടുപോയി തള്ളിയിട്ടു എന്ന് നമ്മൾ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അവൻ വന്നത് ദൈവത്തിൻ്റെ സൃഷ്ടി പരാജയമായി പോയി.
ആദം പരാജയമായി പോയി. തുടർന്ന് വന്ന ജനമെല്ലാം ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിക്കുന്നതിൽ പരാജയമായി പോയി. ദൈവത്തെ കളിയാക്കാൻ നല്ല കാര്യം അത്. അവൻ വലിയ കാര്യത്തിൽ ഒരു മനുഷ്യനെ ഉണ്ടാക്കി വലിയ പ്രതീക്ഷയും പരിപാടിയൊക്കെ ആയിരുന്നു. എന്ത് ആ രീതിയിലാണ് പിശാച് നിൽക്കുന്നേ. അവനോടുള്ള വാദത്തിലാണ് ദൈവം പലതും ചെയ്യുന്നത്, പലതായി പിരിയുന്നത്. ഏകമനുഷ്യനായ ആദമിലൂടെ പാപത്തിന്റെ ശമ്പളമായ നിത്യനരകം സകല മനുഷ്യരിലും വ്യാപരിച്ചു നിൽക്കുകയാ. എന്ന് പറഞ്ഞാൽ ആദം മാത്രമല്ല, ജനിച്ചത് മുഴുവൻ പോയി. ആ സകല മനുഷ്യരെയും ഒരു മനുഷ്യനായി നിന്നുകൊണ്ട് വീണ്ടെടുക്കുവാനാണ് ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചു വെച്ച് വന്നത്. അത് ദൈവമായി തന്നെ ഇറങ്ങി വന്നാൽ നടക്കുന്ന കാര്യമല്ല. ഞാൻ സൃഷ്ടിച്ച മനുഷ്യൻ ഒരു പരാജയമല്ല, ഞാൻ സൃഷ്ടിച്ച മനുഷ്യൻ ഒരു വിജയമാണ്. ഞാൻ ന്യായപ്രമാണം നീക്കുവാനല്ല, നിവർത്തിക്കാനത്രേ വന്നത് എന്ന് യേശു പറയുമ്പോൾ സ്വർഗീയ ദൈവത്തിന്റെ വിജയത്തിന്റെ വിളംബരമാണത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഒരു മനുഷ്യനായി തന്നെ ദൈവം അവിടെ ജയിക്കുകയാണ്. അതിനൊരു മനുഷ്യനായേ പറ്റൂ. സൃഷ്ടി വിജയമാകണം. സൃഷ്ടിപരമായ പ്രക്രിയയിൽ ദൈവത്തിന് തെറ്റിയില്ല എന്ന് വരണം. അതുകൊണ്ടാണ് ലോകസ്ഥാപനത്തിന് മുൻപേ, അതാണ് പിശാചിൻ്റെ തലയ്ക്ക് കിട്ടുന്ന അടുത്ത അടി. ഇത് ഞാൻ നേരത്തെ സെറ്റ് ചെയ്തതാണെന്ന്. ആദാമിനെ ഉണ്ടാക്കുന്നതിന് മുൻപേ, ലോകസ്ഥാപനത്തിന് മുൻപേ ഞാൻ തയ്യാറാക്കിയ പരിപാടിയാണ്. എന്ത്? എൻ്റെ തന്നെ യാഗം. ഞാൻ മനുഷ്യനായി വന്ന് എന്നെ തന്നെ യാഗമാക്കുന്ന ആ യാഗം പണ്ടേ സെറ്റ് ചെയ്ത് വെച്ചതാ. അല്ലാതെ മോനെ എനിക്ക് അബദ്ധമൊന്നും പറ്റിയതല്ല. എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, അവൻ ദാവീദിന്റെ സന്തതിയായി ജഡം ധരിച്ചു വന്നു, മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ ദൈവപുത്രൻ, ദൈവം അഥവാ ദൈവം എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. അവനാണ് വെളിപ്പാട് പുസ്തകത്തിൽ വന്ന് യോഹന്നാനോട് പറയുന്നത്, 1-ാമത്തെ അധ്യായത്തിൽ, ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനും ഞാൻ തന്നെയാ, തേജസ്കരിക്കപ്പെട്ട് നിൽക്കുന്ന കർത്താവ്. അപ്പോൾ അവൻ്റെ ഭൂമിയിലെ ജീവിതത്തിൽ മരണത്തിന് മുൻപുള്ളൊരു സുപ്രധാനമായ ഒരു റോളുണ്ട്. ആ റോൾ എന്താണെന്നറിയാമോ? ഹൗ ഷുഡ് എ ഹ്യൂമൻ ബീയിങ് ബി ബിഫോർ ഗാഡ്? ദൈവത്തിൻ്റെ മുൻപിൽ ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം? ആ ആയിരിക്കുന്നതിൻ്റെ മാതൃകയാണ് നമുക്ക് എടുക്കാം. എബ്രായ ലേഖനം 5-ാം അധ്യായം എടുക്കാം. ആ മാതൃക 7-ാം വാക്യം മുതൽ വായിക്കാം. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. മതി. ക്രിസ്തു മരണത്തിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടി ഒരു കരച്ചിൽ കരയേണ്ടതിനല്ല ഭൂമിയിൽ വന്നത്. അപ്പൊ ആ പ്രാർത്ഥന ആരുടെ പ്രാർത്ഥനയാ? മനുഷ്യൻ ദൈവത്തിൻ്റെ മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയുടെ മാതൃകയാ. നമ്മൾ ദൈവത്തോട് എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ പലരും പല സൈസിലാണ് പ്രാർത്ഥിക്കുന്നത്. ചിലർ ശിംശോൻ പ്രാർത്ഥിക്കുന്ന പോലെ, ഞാൻ ഈ അഗ്രചർമ്മികളുടെ കയ്യാൽ മരിക്കണമോ? കുന്ന് 1, കുന്ന് 2 എന്ന് പറഞ്ഞ് ഫെലിസ്ത്യരെ തല്ലിക്കൊന്ന് കൂട്ടിയിട്ട് ദാഹിച്ചപ്പം കർത്താവേ ഇച്ചിരി വെള്ളം തരണേ എന്ന് നിലവിളിക്കുന്നതിന് പകരം നീ എന്ത് വിചാരിച്ച അവിടെ ഇരിക്കുന്നത്? ഞാൻ ഇവന്മാരുടെ കൈ കൊണ്ട് മരിക്കണമെന്നാണ് നിൻ്റെ പരിപാടി? ഞാൻ ഈ ചെയ്തു വെച്ച മിനിസ്ട്രിയൊക്കെ കാണാൻ പാടില്ല? കണ്ണുപൊട്ടനാ നീ? സമയത്തിന് വെള്ളം കൊണ്ടു തരാൻ നിനക്ക് അറിയത്തില്ല? ഈ ആറ്റിറ്റ്യൂഡ് പാടില്ല. സ്തോത്രം, സ്തോത്രം. ഈ മനോഭാവം, കർത്താവേ എന്തുവാ കർത്താവേ ഇത് എന്തുവാ? എന്നെ റാന്നിയിലൊരു സൂം മീറ്റിങ്ങിന് ഒരാൾ വിളിച്ചു, കൊറോണ കത്തി നിൽക്കുമ്പം. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക സൂം മീറ്റിങ്ങിൽ. അതിന് തൊട്ട് മുമ്പ് ഒരാൾ പ്രാർത്ഥിച്ചു, ഈ കൊറോണ ഇങ്ങനെ ബാങ്ക് ബാലൻസ് അങ്ങ് തീർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കണം. സ്വത്രം കൊറോണ കയറി ശരിക്കും പറ്റിയപ്പോൾ. അപ്പോൾ ഒരപ്പച്ചൻ പ്രാർത്ഥിക്കുക, എന്തുവാ കർത്താവേ ഇത്? ഇതിനൊരു അവസാനമില്ലയോ കർത്താവേ? ഇത് കാർമേഘം കയറുന്നു, പെയ്ത് തീർന്നു പോകുമെന്ന് വിചാരിക്കുന്നു, പിന്നെയും കയറുന്നു, അതിൻ്റെ മുകളിൽ പിന്നെയും കയറുന്നു, ഇതിനൊരു അവസാനമില്ലയോ? എന്തുവാ കർത്താവേ ഇത്?
വളരെ വ്യക്തമായി അപ്പച്ചന് ഞാൻ മറുപടി കൊടുത്തു 1 മണിക്കൂർ നേരത്തെ പ്രസംഗത്തിൽ. ഇത് വരാൻ കാരണം എന്നാ? പിന്നെ എന്നെ സൂം മീറ്റിങ്ങിന് വിളിച്ചില്ല. എനിക്ക് നേരമില്ല പോകാൻ. തിരിയുന്നുണ്ടോ? ഈ പരിപാടികളിലൊന്നും എനിക്ക് വലിയ താല്പര്യവുമില്ല. പകരം ചിലർ കുത്തിപ്പിടിച്ച് കാശ് മുടക്കി ഇങ്ങനെ നിർത്തുന്നതുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. എനിക്കറിയാം ഒരുപാട് പേരുടെ വെറുപ്പും ഒരുപാട് പേരുടെ ഇഷ്ടക്കേടും ഒരുപാട് പേരുടെ ക്രൈസ്തലോട് ഹൃദയത്തിൽ നിന്നുള്ള നീരസവും ഉണ്ടാക്കിയെടുക്കുന്ന പണിയാണ്. കാരണം പത്യവചനമാണ് വെളിപ്പെടുന്നത്. അതും കളങ്കപ്പെട്ടു പോയ ജനതയ്ക്ക് മനസ്സിലാവില്ല, ഫ്രോഡുകൾക്ക് മനസ്സിലാവില്ല. അവർ തിരിഞ്ഞ് ചീന്തിക്കളയും. അങ്ങനെ 10-20 വർഷത്തിലധികം കീറി 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 അവശേഷിക്കുന്ന ആരോഗ്യവുമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ദൈവത്തിന് വേണമെങ്കിൽ സംസാരിക്കണം. അതിന് ദൈവം സംസാരിക്കേണ്ടടുത്ത് കൊണ്ടുപോയി നിർത്തിയാ സംസാരിക്കണം. അല്ല, ഒരു പ്രോഗ്രാം കിട്ടാൻ വേണ്ടി ആരുടെയും പുറകെ നമ്മൾ നടക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. മീറ്റിംഗ് കഴിയുമ്പോൾ കണ്ടാൽ കൊള്ളാവുന്ന അച്ചായന്മാർ, അച്ചായനോട് വിശേഷം, അച്ചായനെ കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ ദൈവം ഒന്ന് ഇടപെട്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആ സോപ്പിംഗ് ഉണ്ടല്ലോ, അങ്ങനെ ചിലരുമായിട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ പ്രോഗ്രാം പൊടിപൂരവാ. ഫോഗ്രാൻ, ഉപവാസ ഫോഗ്രാൻ, കൺവെൻഷൻ ഫോഗ്രാൻ, കാത്തിരിപ്പ് ഫോഗ്രാൻ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവന്മാർ അടിമേടിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ദൈവത്തിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പത്യവചനത്തിൻ്റെ വ്യക്തമായ വ്യവസ്ഥകളെ കുഴിച്ചു മൂടിയിട്ട് വ്യാജത്തിൻ്റെ വാളുമായി നിൽക്കുക. വ്യാജത്തിൻ്റെ വാള് കാണാനൊക്കെ ഉണ്ട്. സ്റ്റേജ് ഭയങ്കര വെളിച്ചമല്ലേ, വാളിങ്ങനെ ഊരുമ്പം വെള്ളി പോലെ തിളങ്ങുക. ഈ പഴയ ബാലയിലെ വാളെ, പഴയ ബാലയുണ്ടല്ലോ, ബാലെ, നൃത്ത സംഗീത നാടകം ബാലെ. രാജാപ്പാട്ട് കെട്ടിയ നടൻ ഷൂർ മൈക്കിൻ്റെ മുമ്പിലോട്ട് വന്ന് വാളങ്ങോട്ട് വലിച്ചു വരുമ്പോൾ പ്രൈസ്തലോട് ഉറയിൽ നിന്ന് വാളൂരുന്ന ശബ്ദം രാത്രി 2 മണിക്ക് ദേശം മുഴുവൻ കേൾക്കുക. നാട്ടുകാർ ഞെട്ടി ഉണരുക. ബാലേ. എന്നിട്ടവൻ വീശും. ആരെയും വെട്ടത്തില്ല. കാരണം വെട്ടിയ പഴം പോലും മുറിയല. അത് ഹാർഡ് ബോർഡ് ഒട്ടിച്ച വാളാ. ഹാർഡ് ബോർഡിൻ്റെ മുകളിൽ വെള്ളിപ്പേപ്പർ ഈയക്കടലാസ് ഒട്ടിച്ചിരിക്കുക. നമ്മൾ നോക്കുമ്പോൾ അത് തിളങ്ങുന്നുണ്ട്. എവിടെയെങ്കിലും ഒന്ന് മുട്ടിയാൽ അത് 2 കഷ്ണമായിട്ട് നിലത്ത് വീഴും. പഴം പോലും മുറിയത്തില്ല. പിന്നെ ഇത് അല്ലെന്ന് അയാൾ വെറുതെ പറയുക, അസൂയ കാരണം പറയുക. അത് ഊരുമ്പോൾ ഉള്ള ശബ്ദം ഞങ്ങൾ കേട്ടല്ലോ. അത് സൈഡ് കർട്ടൻ്റെ സൈഡിൽ ടോപ്പ് വയലിനും പിടിച്ചോണ്ടൊരു മൈക്രോഫോണിൻ്റെ അടുത്തൊരുത്തന് ഇരിപ്പുണ്ട്. അവൻ ഈ വാള് വലിച്ചു വരുമ്പം പ്രേരെന്നൊരു ഒച്ച എടുത്തതാ ഈ വയലിങ് കൊണ്ട്. അത് വാളിൻ്റെ ശബ്ദമൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം സൗണ്ട് സിസ്റ്റം തീർന്ന പണി തീർന്നു, മ്യൂസിക് സിസ്റ്റം തീർന്ന പണി തീർന്നു. ഞാൻ പണി അങ്ങനല്ല തുടങ്ങിയത്. വയനാട്ടിലെ സീതാ മൗണ്ടിലും മൈസൂറിലെ ബൈരൻ കുപ്പയിലും പെരിക്കല്ലൂരിലും അങ്ങനെ വിശേഷ ദിവസങ്ങളിൽ മദ്യപന്മാർ തട്ടഹസിച്ചാടിത്തിമിർക്കുന്ന കവലകൾക്കകത്ത് നിന്ന് മദ്യത്തിനെതിരെ മയക്കുമതിനെതിരെയുമല്ല കേട്ടോ, യേശുക്രിസ്തുവിൻ്റെ ജീവനുള്ള സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരുന്ന ഞാൻ ടീമായിട്ടല്ല, ഒറ്റയ്ക്ക് പോയി നിന്ന് മൈക്രോഫോൺ പിടിക്കാനില്ലാത്ത കാലത്ത് മൈക്രോഫോൺ ഇല്ലാതെ പേപ്പറിൽ നീലം കലക്കി തെങ്ങിൻ്റെ ഈർക്കിൽ ചതച്ച് ബ്രഷ് ഉണ്ടാക്കി എഴുതും. ഇന്ന് ഇന്ന സമയത്ത് ഇവിടെ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നതായിരിക്കും എന്ന് എഴുതി വെച്ചിട്ട് വൈകുന്നേരം ആ സമയത്ത് ഒറ്റയ്ക്ക് പോയി നിന്ന് 3 മണിക്കൂർ സുവിശേഷം പ്രസംഗിക്കുമായിരുന്നു. എന്നെ തെറി വിളിക്കാൻ കള്ളു കുടിച്ച് ബോധം കെട്ടവൻ മുമ്പിൽ വന്ന് തെറി വിളിക്കുമ്പോൾ അവൻ്റെ ശബ്ദത്തിന് മുകളിൽ എൻ്റെ ശബ്ദം വിട്ട് ഇടമുറിയാതെ വചനം പ്രസംഗിച്ച് അങ്ങനെ കുറേ കാലം കഴിഞ്ഞേച്ചാ മാനെ ഇവിടെ നിൽക്കുന്നേ. ഈ പരസ്യമൊക്കെ ചെയ്യുന്ന ചിലർക്ക് ഇച്ചിരി ഇറിറ്റേഷൻ കാണും. പിന്നെ അവന്മാർ കുറച്ച് പേര് അങ്ങ് സ്റ്റേജിൽ കയറാനും നമ്മൾ നാട്ടിൽ കൂടെ നടന്ന പരസ്യയോഗം ഒറ്റയ്ക്ക് പരസ്യവും കഴിഞ്ഞേച്ചാ പതുക്കെ ഇവിടെ എത്തിയേ. നീ ഒന്ന് വെയിറ്റ് ചെയ്യേ. ദൈവത്തിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. സുവിശേഷത്തിനൊരർത്ഥമുണ്ട് കേട്ടോ. സുവിശേഷം യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ ദൂത, അല്ലാതെ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടമല്ല. അത് എനിക്ക് നന്നായിട്ടറിയാം. അത് പ്രസംഗിക്കാനാണ് സുവിശേഷകനെ വിളിച്ചിരിക്കുന്നത്. മദ്യത്തിനെതിരെ പ്രസംഗിക്കാനും മയക്കുമരുന്നിനെതിരെ പ്രസംഗിക്കാനും വേറെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. പിന്നെ അത് പ്രസംഗിക്കാൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കാനുള്ള
ധൈര്യക്കുറവുണ്ടെങ്കിൽ മദ്യത്തിൻ്റെ കാര്യമോ മയക്കുമരുന്നിൻ്റെ കാര്യമോ ഒക്കെ പ്രസംഗിച്ച് ജീവിക്കുക. ഞാൻ അന്നും ജീവിക്കാൻ ഇറങ്ങിയവനല്ല, ഇതിനു വേണ്ടി ജീവിക്കാൻ ഇറങ്ങിയതാ. ജീവിക്കുന്നെങ്കിൽ ഇതിനു വേണ്ടി ജീവിക്കാൻ ഇറങ്ങിയതാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ യേശു ക്രിസ്തു, സ്തോത്രം, മനുഷ്യൻ്റെ മാതൃകയായി നിൽക്കുകയാ. കണ്ണുനീരോടും ഭയഭക്തിയോടും ഉറച്ച നിലവിളിയോടും അങ്ങനെ പ്രാർത്ഥിക്കണം. ഇത് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. രക്ഷിക്കപ്പെട്ടു എന്നുള്ള വാക്ക് ഞാൻ അവിടെ ഉപയോഗിക്കുന്നില്ല. സ്നാനപ്പെട്ടു, ഏറ്റുപറഞ്ഞു, സ്നാനപ്പെട്ടു. ഇത് അക്കരെ ചെന്നാലേ നമുക്ക് രക്ഷിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഏറ്റുപറഞ്ഞു, സ്നാനപ്പെട്ടു, സഭയെ വന്നിരുന്ന അന്യഭാഷ പറഞ്ഞു തുടങ്ങി. ആത്മാവിൽ നിറഞ്ഞൊന്നും ഞാൻ പറയത്തില്ല. കാരണം പലരും ആത്മാവിൽ നിറഞ്ഞിട്ടല്ല അന്യഭാഷ പറയുന്നത്. 2 വയസ്സ് മുതൽ കേട്ട് ശീലിച്ച ഒരുപാട് അന്യഭാഷ തലേ തുണിയിട്ട് പറയാനറിയാവുന്ന പിള്ളേർ ഒത്തിരി ഉണ്ട് ആത്മീക ലോകത്തിൽ. അപ്പോൾ ഇതിനിടയ്ക്ക് ചിലർക്കൊക്കെ അഭിഷേകം കിട്ടിയിട്ടുണ്ട്. അഭിഷേകം ദൈവത്തിൽ നിന്ന് കിട്ടിയവർക്കറിയാം അവിടെ അന്യഭാഷ വേറിട്ടതായിരിക്കും. ഞാൻ അങ്ങോട്ടൊക്കെ പോയാൽ വിഷമം കൂടും, അങ്ങോട്ട് പോകുന്നില്ല. ദൈവത്തിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പലർക്കും അഭിഷേകമൊന്നുമില്ല, ഒരു ഇളക്കത്തിനങ്ങ് കൂടെ ഏതാണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നേ ഉള്ളൂ. കാത്തിരുന്ന് പ്രാപിക്കണം, കാത്തിരിക്കണം. നിനക്കുള്ള ഓഹരി വിളമ്പുന്ന ദിവസം വരെ, നിന്റെ മേൽ അവൻ്റെ കരം വെളിപ്പെടും വരെ, നിന്റെ മേൽ ആത്മാവിൻ്റെ കവിഞ്ഞൊഴുക്ക് വെളിപ്പെടും വരെ, നിന്റെ നാവിൽ നിന്ന് അന്യഭാഷകളിൽ അവൻ സംസാരിക്കാൻ തുടങ്ങുന്നത് വരെ കാത്തിരിക്കണം. സ്തോത്രം. സ്നാനപ്പെട്ട് കുറേ കാലം കഴിയുമ്പം ഇവരുടെ വിചാരം, ആളുകളുടെ വിചാരം, അങ്ങ് സ്വർഗത്തിൽ പോകാൻ എല്ലാം തികഞ്ഞിരിക്കുകയെന്ന പ്രാർത്ഥനയൊക്കെ കേട്ടിട്ടില്ല ആൾക്കാരുടെ. പല സൈസ് പ്രാർത്ഥന. മഹത്വമുള്ള ദൈവമേ, നല്ല പകലിനായി സ്തോത്രം. ഇന്നലെ നീ കാത്തല്ലോ കർത്താവേ, ഇന്ന് നീ കാക്കുന്നുവല്ലോ കർത്താവേ. കറിയാച്ചൻ്റെ കാര്യം കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, അവനെ അങ്ങനെ വിടല്ലേ കർത്താവേ. ബെന്നിച്ചൻ്റെ കാര്യം കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, അവനിച്ചിരി നെകളം കൂടുതലാ കർത്താവേ. ആനിക്കുട്ടിയുടെ നാക്കിനെ ലേശം ഇടങ്കോളുണ്ട് കർത്താവേ. വ്യത്യാസങ്ങൾ വരുത്തണമേ കർത്താവേ. ആ ഘനവും വീര്യവും ഒക്കെ കണ്ടോ? ദൈവത്തിൻ്റെ അടുത്തിരുന്ന് ഉപദേശം കൊടുക്കുന്ന പോലെ. അങ്ങനല്ല പ്രാർത്ഥന. ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും പ്രാർത്ഥിക്കണം. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കും. ഈ മാതൃക കാണിക്കാൻ അവൻ മനുഷ്യനായി ജനിച്ചത്. കാരണം വേറെ ആർക്കും ഈ മാതൃക കാണിച്ചു തരാൻ പറ്റുകയില്ല. അപ്പൊ ദൈവസന്നിധിയിൽ നീ ഏത് മനോഭാവത്തിൽ നിൽക്കണം? സ്തോത്രം. അങ്ങനെ ഒരു വെളിപ്പാട് 4:9 പെട്ടെന്നെടുത്ത്, അങ്ങനെ ഒരുക്കപ്പെട്ടവർ മാത്രമാണ് നിത്യജീവനെ ചെല്ലുന്നത്. എങ്ങനെ? ക്രിസ്തു എന്ന മനുഷ്യനിലൂടെ ദൈവം വെളിപ്പെടുത്തിയ ഭാവം, സ്വഭാവം, ബിഹേവിയറൽ പാറ്റേൺ, മോഡസ് ഓപ്പറാൻഡി, പ്രാർത്ഥനാഭാവം, അതുപോലെ വായിക്കാം. എന്നേക്കും ജീവിച്ചിരിക്കുന്നതിനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും. കേട്ടല്ലോ? 4-ാം അധ്യായം വെളിപ്പാട് പുസ്തകം. 24 മൂപ്പന്മാർ സിംഹാസനത്തിന് ചുറ്റിലും സിംഹാസനമിട്ട് തലയിൽ കിരീടം വെച്ചിരിക്കുന്നു. ആ 24 മൂപ്പന്മാർ പുതിയ നിയമസഭയുടെയും പഴയ നിയമസഭയുടെയും പ്രതീകമാണെന്ന് ചിലർ പറയുന്നു, റെപ്രസെൻറ്റേറ്റീവ്സ് ആണെന്ന്. വേറെ ചിലർ പറയുന്നു അത് പുതിയ നിയമസഭയുടെ മാത്രം റെപ്രസെൻറ്റേറ്റീവ്സ് ആണെന്ന്, അപ്പോസ്തലന്മാരും മറ്റു ചിലരും. ഏതായാലും ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാ, ആ ദൈവിക സിംഹാസനത്തിന് ചുറ്റിലും ഇരിക്കുന്നവർ പുതിയ നിയമസഭയിലെ ഏറ്റവും ശ്രേഷ്ഠമായ മാനത്തിന് യോഗ്യരായ ആളുകളാണ്. അവരിൽ സഭ മുഴുവനും പ്രതീകവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. സഭ മുഴുവൻ അവരിൽ റെപ്രസെൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. നമ്മളൊക്കെ അവരിൽ റെപ്രസെൻ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സഭയുടെ പ്രതീകാത്മക രൂപമാണ് അവിടെ കാണുന്നത്. അവിടെ സംഭവിക്കുന്നത് എന്താണ്? അവിടെ എന്നേക്കും ജീവിച്ചിരിക്കുന്ന കുഞ്ഞാടിന് മഹത്വം കൊടുക്കുകയാണ് 24 മൂപ്പന്മാരും 4 ജീവികളും. ആ സമയത്ത് ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നവർ, അവൻ്റെ ചുറ്റും സിംഹാസനത്തിൽ ഇരിക്കുന്ന സഭ എഴുന്നേറ്റ് വന്ന് അവൻ്റെ മുമ്പിൽ നെടുമ്പാട് വീഴുന്നു, കിരീടം വീഴുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്
രാവിലെ അരമണിക്കൂറും ഉച്ചക്ക് അരമണിക്കൂറും വൈകിട്ട് അരമണിക്കൂറും അല്ല ഈ സ്തുതി നടക്കുന്നത്. എപ്പോഴും സ്തുതിയാ. രാപകൽ എന്ന പ്രയോഗം അശാസ്ത്രീയമാ. അത് തുടർമാനതയെ സൂചിപ്പിക്കുന്നതാ, കണ്ടിന്യൂറ്റിയെ സൂചിപ്പിക്കുന്നതാ. ശരിക്കും അർത്ഥം എന്താ? ഒരു മിനിറ്റ് പോലും ഇടപെടാതെ കോടി യുഗങ്ങൾ കഴിഞ്ഞാലും ഓരോ നിമിഷത്തിലും ദൈവമഹത്വം ഉയരുമ്പോൾ, ആരാധന ഉയരുമ്പോൾ അവർ എപ്പോഴും നെടുമ്പാട് വീണ് സിംഹാസനം നിലത്തിട്ട് ഇതിൻ്റെ അവകാശി നീയ, ഞങ്ങളല്ല എന്ന് വെളിപ്പെടുത്തുക. ഇനി ശ്രദ്ധിക്കണം. അപ്പോൾ സ്വർഗത്തിൽ ചെന്ന പരിപാടി സിംഹാസനത്തിൽ ഇരിക്കുക, എഴുന്നേൽക്കുക, കിരീടം ഇടുക, നിലത്ത് വീഴുക, പിന്നെ എഴുന്നേൽക്കുക, കിരീടം തലയിൽ വെച്ച് സിംഹാസനത്തിൽ ഇരിക്കുക, പിന്നെ അടുത്ത സ്തുതി പെട്ടെന്ന് തുടങ്ങി, ഉടനെ എഴുന്നേൽക്കുക, നെടുമ്പാട് വീഴുക, കിരീടം തറയിടുക, പിന്നെ എഴുന്നേൽക്കുക. ഈ പരിപാടി മാത്രമാണ് അവിടെ എന്ന് നമ്മൾ ധരിക്കരുത്. അത് നാടകീയമായ ആവിഷ്കാരമാണ്, അതൊരു പ്രദർശനമാണ്, അതൊരു വീഡിയോ ആണ്. സ്തോത്രം. ഒരു സിംബോളിക്കലി, ഇപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ സംഭവങ്ങൾ സിംബോളിക്കലായിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ്. ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന സംഭവങ്ങളൊക്കെ വരുമ്പം മോളിൽ നിന്നൊരു ദൂതം വന്ന് കലശം ഒഴിക്കുകയൊന്നുമില്ല. അത് സിംബോളിക്കലാണ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടി. ചുരുക്കി പറഞ്ഞാൽ ആ ഭാഗത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? സ്വർഗത്തിലെത്തുന്ന ദൈവജനം നിത്യത മുഴുവൻ അവരുടെ മനോഭാവം എന്തായിരിക്കണമെന്നോ, അവൻ്റെ കാൽപാദങ്ങളിൽ മാത്രം വീണ് കിടക്കാനുള്ള യോഗ്യതയെ എനിക്കുള്ളൂ. അവൻ്റെ കാൽപാദങ്ങളെ ചുംബിക്കുവാനുള്ള അവകാശമേ എനിക്കുള്ളൂ. എൻ്റെ തലയിലിരിക്കുന്ന ഈ കിരീടം എൻ്റെ വകയല്ല. അവൻ തൻ്റെ മഹാമനസ്കതയ്ക്കൊത്തവണ്ണം എന്നെ മാനിക്കേണ്ടതിന് എൻ്റെ തലയിൽ വെച്ച് തന്നതാണ്. ഞാനിരിക്കുന്ന ഈ കിരീടത്തിന് എനിക്കൊരു ജന്മാവകാശവും. ഞാൻ പാപിയും ദോഷിയും വെളിമ്പറമ്പിൽ എറിയപ്പെട്ടവനുമായിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പുണ്ടായിരുന്ന എന്നെ അവൻ വന്ന് തന്റെ ദേഹം ചീന്തി രക്തം ചൊരിഞ്ഞു വീണ്ടെടുത്ത് എന്നെ ഈ സ്ഥാനത്താക്കിയിരിക്കുന്നു. ഇത് ഞാൻ നേടിയതല്ല. സ്തോത്രം. ഇത് ഞാൻ, ചിലരൊക്കെ സഭയിൽ അവകാശം പറയുന്ന കേട്ടാ കർത്താവിന് പകരം അവരുടെ അപ്പച്ചനാ മരിച്ചതെന്ന് തോന്നിപ്പോകും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് വരെ എൻ്റെ അപ്പച്ചൻ ക്രൂശേ തൂങ്ങിയോണ്ടാണ് നമ്മൾ എന്ന സ്റ്റൈലിലായിരിക്കുന്നത്. അല്ല, നമുക്കൊരു യോഗ്യതയുമില്ല, നമുക്കൊരു യോഗ്യതയുമില്ല. അന്തഃപുരത്തിലെ രാജകുമാരി നീ ശോഭാപരിപൂർണയാകുന്നു എന്ന ആ തലത്തിൽ ദൈവത്തിന്റെ വിളി കേൾക്കുവാൻ നമുക്ക് യാതൊരു യോഗ്യതയുമില്ല. പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രിയേ, നിന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ, നിന്റെ സ്വരം ഞാനൊന്ന് കേൾക്കട്ടെ എന്ന പ്രിയന്റെ വിളി കേൾക്കുവാൻ നമുക്ക് യാതൊരു യോഗ്യതയുമില്ല. അവനാ മുതൽ മുടക്കിയത്, അവനാ സൃഷ്ടിച്ചത്, അവനാ എല്ലാം ചെയ്തത്, അവനാ വളർത്തിയത്, അവനാ നടത്തിയത്, അവനാ സംരക്ഷിച്ചത്. പുകഴുവാൻ നമുക്കൊന്നുമില്ല എന്ന മനോഭാവത്തിന്റെ പൂർണ്ണ വളർച്ച ഭൂമിയിൽ നിന്ന് വന്നാലേ അക്കരയെത്തൂ. ആ മനോഭാവം വന്നവർ ആ കാൽക്കീഴിൽ മനസ്സുകൊണ്ട് എന്നും കിടക്കും. എന്താണ് അവിടെ വാസ്തവത്തിൽ പറയുന്നത്? അവിടെ ഇവർ കവിണ്ണു വീഴുന്ന ചിത്രം കാണിക്കുന്നതിലൂടെ ലൂസിഫറിനുള്ള മറുപടിയായത്. ഇപ്പൊ ഇന്നലത്തെ മെസ്സേജോ ഇന്നത്തെ മെസ്സേജുമായിട്ട് കണക്ഷൻ വരുന്നുണ്ടോ? എനിക്ക് വഴിതെറ്റിയതൊന്നുമല്ല. ഒരിച്ചിരി താമസിക്കും, 3-4 ദിവസം, 4-ാം ദിവസം, നാളത്തെ ദിവസം കഴിയുമ്പോഴേക്ക് ഏകദേശ രൂപം വരും. ഒരു 10 ദിവസം കൺവെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് നല്ല രൂപം, കൃത്യമായ ഒരാശയം മനസ്സിൽ വന്നേനെ. അപ്പം ലൂസിഫർ ദൈവം സൃഷ്ടിച്ചവനാണ്, ഒരു സ്ഥാനത്തിരുത്തിയവനാണ്. അവൻ താൻ ആ സ്ഥാനത്തിരിക്കുമ്പോൾ അതിനു മേറെ ദൈവത്തോട് സമനാകാൻ മനസ്സിൽ പറഞ്ഞ് പറന്നു കയറിയവനാണ്. അതുകൊണ്ട് അവനെ വെട്ടി താഴെയിടേണ്ടി വന്നു. അന്ന് പ്രപഞ്ചത്തിൽ ആദ്യത്തെ റിബലിയൻ ഉണ്ടായി. അന്ന് ദൈവത്തിന്റെ മുൻപിൽ ഒരു പ്രതിപക്ഷത്തിന്റെ സ്ഥാനം രൂപപ്പെട്ടു. എന്നാൽ ഹല്ലേലൂയ, 12-ാം അധ്യായം വെളിപ്പാട് പുസ്തകത്തിൽ ലൂസിഫറിനെ പിന്നെയും സ്വർഗത്തിൽ അവൻ താഴെയിടുമ്പോൾ, 12-7 മുതലുള്ള വാക്യങ്ങളിൽ വെട്ടി താഴെയിട്ട് കഴിയുമ്പോൾ പിന്നീട്
അതോറിറ്റിക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന സഭ മാത്രമാണ്. ധന്യനായ ഇളമുണ്ടാകില്ല. അത് അനന്തമായി, അത് അനന്തമജ്ഞാതം അവർണ്ണനീയമായി, അത് കോടാനുകോടി വർഷങ്ങളിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ആ പാറ്റേണിലാണ് ഇവിടുത്തെ ആൾക്കാരെ ദൈവം ഒരുക്കുന്നത്. അല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ വെള്ളയും ഇട്ടാലോ, 2 നേരം ഷേവ് ചെയ്താലോ, ആഭരണം തീരെ ഒഴിവാക്കിയാലോ ഒക്കെ അങ്ങോട്ട് പോകാമെന്ന് ദയവായിട്ട് വിചാരിക്കരുത് കേട്ടോ. ദൈവസന്നിധിയിൽ ഏത് കാലത്തും നെടുമ്പാട് വീണ് ഞാൻ ഇതിനൊന്നും യോഗ്യനല്ല. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ഒരു പ്രതീകം വെച്ചിരിക്കുന്നത്. 6 ചെയ്ത ഒരു അടിമയ്ക്ക്, ഒരു വീട്ടിലെ അടിമയ്ക്ക് 7-ാം വർഷം സ്വതന്ത്രനാകാൻ അവകാശമുണ്ട്. പക്ഷേ 7-ാം വർഷത്തിൽ അവൻ മുമ്പോട്ട് എൻ്റെ കാത് സ്തോത്രം, എനിക്ക് വീട്ടിലെ അടിമയായിരുന്നാൽ മതി. പുറത്തെ ലോകത്തിൻ്റെ സമ്പാദ്യങ്ങൾ എനിക്ക് വേണ്ട, പുറത്തെ ലോകത്തിൻ്റെ സുഖജീവിതങ്ങൾ എനിക്ക് വേണ്ട, പുറത്തെ ലോകത്തിൻ്റെ സ്വാതന്ത്ര്യം എനിക്ക് വേണ്ട. ആ സ്വാതന്ത്ര്യത്തെക്കാൾ, സുഖത്തെക്കാൾ, സൗഖ്യങ്ങളെക്കാൾ ഞാൻ പ്രിയപ്പെടുന്നത് എൻ്റെ യജമാനനെ, അങ്ങയെപ്പോലെ സ്നേഹമുള്ള ഒരു യജമാനന്റെ അടിമയായിരിക്കാനാണ്. അങ്ങനെ അവൻ പറഞ്ഞാൽ അവനെ കട്ടിളപ്പടിയോട് ചേർത്ത് നിർത്തി അവൻ്റെ കാതിൽ സൂചി കൊണ്ട് കുത്തി തുളച്ച് ആ കട്ടിളപ്പടിയിൽ തറയ്ക്കണം. എന്നിട്ട് ഊരിങ് എടുക്കണം. അങ്ങനെ തറയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണെന്നറിയാമോ? നിത്യമായി നീ ഭവനത്തോട് തറയ്ക്കപ്പെട്ടിരിക്കുന്നു. നീ വീടിൻ്റെ അടിമയാണ് ഇനിയുള്ള കാലം മുഴുവൻ. ആ സ്വയം പേറുന്ന അടിമത്തം, ദൈവം നിന്നെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മകനായി, മകളായി തന്നെ കാണുമ്പോൾ, അവനിൽ സമ്പൂർണ്ണ അവകാശമുള്ള മണവാട്ടിയായി തന്നെ കാണുമ്പോൾ, അല്ല പ്രിയനെ, അവിടുത്തെ പാദപീഠത്തെങ്കിൽ നെടുമ്പാട് വീണ് അവിടുത്തെ പാദാരവിന്ദങ്ങളെ ചുംബിച്ച് കടക്കാനുള്ള യോഗ്യത മാത്രമേ എനിക്കുള്ളൂ എന്ന് തെളിയിക്കുന്നവരാണ്. അങ്ങനെ തെളിയിക്കുന്നവരാണ്, അങ്ങനെ ജീവിച്ച് തെളിയിക്കുന്നവരാണ് നിത്യതയെ പോകത്തുള്ളൂ. ഒരു പാപവും ചെയ്തില്ലെങ്കിലും നിത്യതയെ പോയിക്കോണമെന്നില്ല. ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും നിത്യതയെ പോയിക്കോണമെന്നില്ല. പക്ഷെ നിത്യതയിൽ പോകും. നിന്റെ ഹൃദയത്തിലേക്ക് അവൻ നോക്കുമ്പോൾ, കിടക്കുന്ന വ്യക്തിയാണ് നീ എങ്കിൽ അവന്റെ കരുണ നിമിത്തം നിനക്ക് പാപക്ഷമ കിട്ടും. അവന്റെ കരുണ നിമിത്തം നിന്റെ അയോഗ്യതകൾ പരിഹരിക്കും. അവന്റെ കരുണ നിമിത്തം വികൽപ്പിക്കപ്പെടും. തെറ്റുകൾ പോയപ്പോൾ ദാവീദ് ചെയ്തത് നെടുമ്പാട് വീണ് നിലവിളിച്ച് ചാരത്തിലിരിക്കുക എന്നതാണ്. അവൻ നെടുമ്പാട് വീണ് ദൈവാലോചന ശിരസായി ഏറ്റെടുത്തു. അടിസ്ഥാനപരമായി ആ മനോഭാവം ഇല്ലെങ്കിൽ എത്ര നിത്യജീവനിൽ കടക്കില്ല. കാരണം നിത്യജീവനിൽ കടന്നാൽ വേറെ പ്രശ്നമുണ്ട്. അവിടെ ചെന്ന്, കാരണം തേജസ്സിലാണല്ലോ അവിടെ ചെല്ലുന്നത്. നമ്മളങ്ങ് ഉയർത്തെഴുന്നേറ്റ് പോവുകയാണെങ്കിൽ കർത്താവ് എന്നെ താൻ ഇരിക്കുന്ന പോലെ തന്നെ നമ്മൾ കാണും. അപ്പം നമ്മൾ അവനോട് സദൃശന്മാരാകും. സ്തോത്രം. പത്മോസിൽ വെച്ച് യോഹന്നാൻ കാണുന്നത് സൂര്യൻ ശക്തിയോടെ ശോഭിക്കുന്ന മുഖം, മിന്നലിനൊത്ത വസ്ത്രങ്ങൾ, ആ രൂപത്തോട് സദൃശന്മാരായിട്ട് നമ്മുടെ കളറങ്ങ് മാറും, നമ്മുടെ രൂപമങ്ങ് മാറും, നമ്മുടെ വാർദ്ധക്യം മാറും, നമ്മുടെ ബാല്യം മാറും. 33-ാം തിരുവയസ്സിൽ അവൻ നമുക്ക് ഒഴുക്കിത്തന്ന രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടത്തവരായതുകൊണ്ട് അവൻ്റെ നിത്യയൗവനം, മണവാട്ടിയുടെ നിത്യയൗവനം ആണ് നമ്മൾ പ്രാപിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു 500 കോടി വർഷം കഴിഞ്ഞ് കഴിയുമ്പം, ഈ ഭൂമിയിൽ ഇതുപോലെയൊക്കെ ഒരു പന്തലിൽ വേർത്തു ഇരുന്നാണെന്ന് നമ്മളങ്ങ് മറന്നുപോകും. കഷ്ടപ്പെട്ട് പറമ്പിൽ പണിയെടുത്ത് ജീവിച്ചാണെന്ന് നമ്മൾ മറന്നുപോകും. പല രോഗങ്ങൾ ചുമന്ന് കഷ്ടപ്പെട്ടതാണെന്ന് മറന്നുപോകും. ഇതൊക്കെ അങ്ങ് മറന്നുപോയിട്ട് ഞാൻ പണ്ടേ ഇങ്ങനാ എന്നൊരു തോന്നലുണ്ടാകും. നാട്ടിൽ മുഴുവൻ നടന്നുള്ള കാച്ചിലും ചൊരക്കായും കിഴങ്ങും എല്ലാം കൂടെ കട്ടുമാന്തി കൊണ്ടുവന്ന് അമ്മയുടെ കൈ കൊടുത്ത് വേവിച്ച് തിന്ന ഒരുത്തൻ, കള്ളൻ, അതിനെ നമ്മൾ കള്ളൻ വിളിക്കുന്നത്. അവൻ സിംഗപ്പൂരിൽ പോയി ഇട്ടുമൂടാൻ കാശുണ്ടാക്കി നാട്ടിൽ തിരിച്ചു വന്നൊരു വലിയ കാറൊക്കെ മേടിച്ച്, ഒരു പ്ലിമത്ത് കാറൊക്കെ മേടിച്ച്, ബെൻസൊക്കെ വ്യാപകമാകുന്നതിന് മുമ്പുള്ളതാണ്, ഒരു കാറൊക്കെ മേടിച്ച് അവൻ വലിയൊരു വീടൊക്കെ വെച്ചിങ്ങനെ അങ്ങനെ ജീവിക്കുമ്പോൾ അവൻ്റെ അമ്മ ഒരു ദിവസം വിശിഷ്ട വിഭവങ്ങൾ വിളമ്പിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു കാച്ചിൽ പുഴുങ്ങിയത് കൊണ്ട് വെച്ചു. കാച്ചിലൊക്കെ അറിയാമല്ലോ അല്ലേ?
അല്ലേ? കാച്ചിൽ വള്ളിയുടെ കീഴിലുണ്ട്. കാച്ചിൽ, കാച്ചിൽ, ചേമ്പ്. ഇപ്പം ബ്രോസ്റ്റും ചില്ലി ചിക്കനും ഇങ്ങനെയുള്ള ഐറ്റങ്ങളിലേക്ക് ആൾക്കാർ പോയല്ലോ. അമ്മ കുറച്ച് കാച്ചിൽ പുഴുങ്ങി കൊണ്ടുവച്ചു. അവൻ ചോദിച്ചു, എന്താ അമ്മ ഇത്? മലയാളമൊക്കെ പോയി, സിംഗപ്പൂരിലല്ലേ, കാശായി കഴിഞ്ഞാൽ മലയാളം പോകണം. അപ്പോൾ പറഞ്ഞു, എടാ മക്കളെ, ഇതല്ലയോ കാച്ചിൽ? കാച്ചിൽ? വാട്ട് ഈസ് ദി കാച്ചിൽ? തലയ്ക്കൊരു കിഴുക്ക് കൊടുത്തു. നീ പണ്ട് കട്ടുമോട്ടിച്ച് കൊണ്ട് ഇഷ്ടം പോലെ തന്ന് ഞാൻ വെട്ടിപ്പുഴുങ്ങി തന്ന അറിയത്തില്ലൂടെ ചെറുക്ക, വന്ന വഴി മറന്നു പോകരുത്. ഓ, ഈ മരത്തിൽ ഞരങ്ങനെ പെരുങ്ങനെ കിടക്കുന്ന വള്ളിയുടെ ചുവട്ടിലുണ്ടാകുന്ന കിഴങ്ങ് അല്ലേ? അത് എന്ന് പറഞ്ഞോണ്ട് നമ്മൾ ഈ തേജസ്കരണമൊക്കെ കഴിഞ്ഞ് ഒരു 500 കോടി വർഷം കഴിയുമ്പം പണ്ട് ഭൂമിയിൽ ഇങ്ങനെ ഞരങ്ങനെ പെരുങ്ങനെ പോയതാണെന്നങ്ങ് മറന്നുപോകും. ഞാനും ദൈവം തമ്മിൽ വലിയ വ്യത്യാസമില്ലെന്ന് തോന്നും, ലവന് തോന്നിയ പോലെ. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ആ തോന്നൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒറ്റ ഒരുത്തനെയും നിത്യജീവനിലോട്ട് കൊണ്ടുപോകാൻ പാടില്ല. അവൻ ദൈവത്തിൻ്റെ ഭാവി ഭരണ പദ്ധതിക്ക് തുരങ്കം വയ്ക്കും. ഇപ്പം എങ്ങനെയാ ദൈവം ആളുകളെ തിരഞ്ഞെടുത്ത് പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലായോ? ആളുകളെ താഴ്ത്തി പരിശോധിക്കുന്നതും താഴ്മയുടെ ഭാഗം തരുന്നതും കഷ്ടത തരുന്നതും കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉണ്ടാക്കുവാൻ അനവധി വർഷങ്ങളായി, ചിലപ്പോൾ തലമുറകളായി കഷ്ടതയുടെ കഠിന നദികൾ നീന്തിക്കൊണ്ട് പോകുന്നവരോട് ഇന്ന് രാത്രി ഞാൻ പറയുന്നത്, നിനക്കൊരു പക്ഷേ നിത്യതയിൽ ഒരു ഇടമുണ്ടായിരിക്കാം, നിനക്ക് ദൈവത്തിൽ ഒരു സ്ഥാനമുണ്ടായിരിക്കാം. ആ സ്ഥാനത്തിലേക്ക് നീ ഒരുക്കപ്പെട്ടവനായി എത്തിച്ചേരാൻ അവൻ എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കാം. സ്തോത്രം. നിന്റെ കൂടെ പഠിച്ചവർ വളർന്നവരും പലരും വളരെ ഉന്നതരും സമ്പന്നരും ശ്രേഷ്ഠരും മഹത്തുക്കളുമായിരുന്നിട്ടും നിത്യവൃത്തിക്ക് നിവൃത്തിയില്ലാത്തവനെ പോലെ, നിവൃത്തിയില്ലാത്തവളെ പോലെ നീ ജീവിച്ചു പോകുന്ന സാഹചര്യമാണിതെങ്കിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളിയാകുവാനുള്ള സുവർണാവസരം നിനക്ക് ലഭിച്ചിരിക്കുന്നു. പക്ഷേ ആ അവസ്ഥകൾക്കകത്തുകൂടെ നീ കടന്ന് സിദ്ധതയിലെത്തണം. പ്രൈസ് ദി ലോർഡ്. ഒരു ഇൻഡിഫറൻസ് നിനക്കുണ്ടാകണം. നന്മയും തിന്മയും ഗണ്യമാക്കാത്ത ഒരു പ്രത്യേക പാകപ്പെട്ട മാനസികാവസ്ഥ ഉണ്ടാകണം. ആ മാനസികാവസ്ഥ നിത്യത മുഴുവൻ തുടരണം. അത് വളർത്തിയെടുത്ത് നിത്യത മുഴുവൻ തുടരണം. അതിനു വേണ്ടി മനുഷ്യനായി മാതൃക കാണിച്ചു തരാനാണ് യേശു ക്രിസ്തു മനുഷ്യനായി, ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നത്. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം മുതലുള്ള കരച്ചിൽ അവൻ്റെ കരച്ചിലല്ല, നമ്മൾ കരയേണ്ട കരച്ചില. അവൻ്റെ പ്രശ്നമല്ലത്, നമ്മൾ കാണേണ്ട നമ്മുടെ പ്രശ്നമാണത്. താഴ്മ ധരിക്കുക, വിനയപ്പെടുക, ദൈവസന്നിധിയിൽ താഴുക. ഞാൻ ഒന്നുമല്ലെന്ന് തോന്നട്ടെ നിനക്ക്, എനിക്കൊരു യോഗ്യതയുമില്ല എന്ന് നിനക്ക് തോന്നട്ടെ, എൻ്റെ ജീവിതം ഇപ്പോഴും, അതല്ലേ വിവരമുള്ള പാട്ടുകാരൻ പാടിയത്, ജീവിതം ഇന്നും ശരിയായിട്ടില്ലയോ, ജീവിപ്പിക്കും കർത്തനെ വന്ന്, ജീവനും ഭക്തിയും സ്നേഹവും തന്നിൽ ജീവിപ്പിച്ചിടണമേ. ഒരുപാട് വർഷത്തെ ക്രിസ്തീയ ജീവിതം കഴിഞ്ഞിട്ട് അദ്ദേഹം സമ്മതിക്കുകയാണ്, അങ്ങനെ മനുഷ്യനായി ദൈവം യേശു ക്രിസ്തു എന്ന പുത്രനായി വന്നതിൻ്റെ മർമ്മം, ത്രിയേക ദൈവം, ഏകദൈവം എന്ന എൻറ്റിറ്റി, അതിൽ പുത്രൻ എന്നൊരു ID വന്നതിൻ്റെ കാരണം ഇതാണ്. 2, പരിശുദ്ധാത്മാവ് എന്ന ID. അതെന്തിനാ? ദൈവത്തിന് പിന്നെ ദൈവമായിട്ട് അങ്ങ് ഇടപെട്ടാൽ പോരെ? ഭൂമിയിൽ ഇറങ്ങി പരിശുദ്ധാത്മാവായിട്ട് ഇടപെടുന്നത് എന്തിനാ? പരിശുദ്ധാത്മാവ് ദൈവമാണ്. ആ ദൈവം ശരീരമായി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവായി അന്നു മുതൽ ഇന്ന് വരെ ഭൂമിയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഭൂമിയുടെ സ്ഥിതി എന്തായിരുന്നേനെ? ഒന്ന് ആലോചിച്ച് നോക്കി. പത്മോസിൽ വെച്ച് യോഹന്നാൻ കാണുന്ന സൂര്യൻ ശക്തിയോടെ ശോഭിക്കുന്ന മുഖമുള്ള കർത്താവ് 2000 വർഷമായി ഭൂമിയിൽ ജീവനോടെ സഞ്ചരിച്ച് പ്രവർത്തിക്കുകയായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ സ്ഥിതി?
ഈ ലോകത്ത് ഒരു സർക്കാരും വേറെ ഉണ്ടാവില്ല. ഈ ലോകത്ത് വേറൊരു മതവും ഉണ്ടാവില്ല. ഈ ലോകത്ത് വേറൊരു സംഘടനയും ഉണ്ടാവില്ല. ഈ ലോകത്ത് വേറൊരു സംവിധാനങ്ങളും ഉണ്ടാവില്ല. ഈ ലോകം മുഴുവൻ ആരും പറയാതെ, ആരും സുവിശേഷം പറയാതെ, ആരും വിളിച്ചറിയിക്കാതെ അവൻ്റെ പിന്നാലെ നടക്കും. വേറൊരു മതമുണ്ടാവില്ല, ഒരു വിഗ്രഹവും ഉണ്ടാവില്ല. കാരണം സാക്ഷാൽ ദൈവം സർവശക്തിയോടെ ഭൂമിയിൽ ഇറങ്ങി നടക്കുകയല്ലേ. അപ്പോൾ വരുന്ന പ്രശ്നം എന്താ അറിയോ? ദൈവത്തിന് യഥാർത്ഥത്തിൽ തന്നെ സ്നേഹിക്കുന്നവരെ വേർതിരിച്ചെടുക്കാൻ പറ്റാതെ വരും. വിശ്വാസം എന്ന ആശ വളർത്തിയെടുക്കാൻ പറ്റാതെ വരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് അദൃശ്യനായി പരിശുദ്ധാത്മാവായി ദൈവം ഇന്ന് നമ്മുടെ നടുവിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധനായ ദൈവം പരിശുദ്ധാത്മാവായി നമ്മുടെ നടുവിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവായ ദൈവം സഭയെ മധ്യാകാശത്തിലേക്ക് കൊണ്ടുപോയി പുത്രൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോഴാണ് ദൈവം എത്ര മനോഹര രൂപയാണ് എന്ന് സഭ മനസ്സിലാക്കാൻ പോകുന്നത്.